ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ എക്സസൈസ് ഇല്ലേ 2.3-ലെ 2ഉം 3 ഒരുമിച്ചങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് 2 ഒരു ചെറുതാണ്, പിന്നെ ചെറുതായിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ക്വസ്റ്റ്യൻ ഞാൻ ഫുൾ എഴുതിയിട്ടില്ല, അത് പറയാൻ വേണ്ടിയാണ്. ഫൈൻഡ് ദ റെസിപ്രോക്കൽ, തേർഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ റെസിപ്രോക്കൽ ആണ്. പിന്നെ അതിന്റെ ബാക്കി ഞാൻ വായിക്കാം. ക്ലാസിഫൈ ദ റെസിപ്രോക്കൽ ആസ് പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആൻഡ് ഹോൾ നമ്പർ. ഇത് നമ്മളത് പ്രോപ്പർ ആണോ ഇംപ്രോപ്പർ ആണോ ഹോൾ നമ്പർ ആണോ എന്ന് കണ്ടുപിടിക്കണം. പിന്നെ തേർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ മാത്രമുള്ള. നമുക്ക് അപ്പം ആദ്യത്തെ ചെയ്യാം. 3/7 എന്തിൻ്റെ ചെയ്യുന്നത്? സെക്കൻഡിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് വണ്ണാണ് ചെയ്യുന്നത്. 3/7 എന്താ? റെസിപ്രോക്കൽ കാണാൻ. റെസിപ്രോക്കൽ എത്രയായിരിക്കും? അതിൻ്റെ റെസിപ്രോക്കൽ എത്രയാ? 7/3. തിരിച്ചെഴുതും. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ആകും, ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആകും. ഓക്കെ, ഇതിന് എന്ത് ഫ്രാക്ഷൻ ആണ്? ന്യൂമറേറ്റർ വലുതായി, അപ്പോൾ അതെന്താകും? നിങ്ങൾ എന്തെഴുതും? ഇംപ്രോപ്പർ. സിമ്പിൾ അല്ലേ മക്കളെ എഴുതാൻ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഓക്കെ, സെക്കൻഡ് വൺ 5/8. തിരിച്ചെഴുതിക്കേ, റെസിപ്രോക്കൽ എഴുതിക്കേ. 8/5. ഇതും എന്ത് തന്നെയാണ്? ഇംപ്രോപ്പർ ആണ്, കാരണം ന്യൂമറേറ്റർ വലുതാണ്. തേർഡ് വൺ 9/7. അതിന്റെ റെസിപ്രോക്കൽ എഴുതിക്കേ. 7/9. ഇതെന്താണ്? ന്യൂമറേറ്റർ ചെറുതാണ്, അപ്പൊ അതെന്ത് ഫ്രാക്ഷൻ ആണ്? പ്രോപ്പർ ഫ്രാക്ഷൻ. ഇത്ര സിമ്പിൾ അല്ലേ? ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചോണ്ടാണ് നിങ്ങൾ ഇത്ര സിമ്പിൾ ആണെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത 6/5. ഇതിന്റെ റെസിപ്രോക്കൽ എഴുതിക്കേ. തിരിഞ്ഞു വാ. 5/6. അപ്പൊ ഇതാരാ? ന്യൂമറേറ്റർ ചെറുതല്ലേ, അപ്പൊ അതാരാണ്? പ്രോപ്പർ ഫ്രാക്ഷൻ തന്നെയാണ് അല്ലേ? ഇനി നമുക്ക് അഞ്ചാമത്തെ ചെയ്യാം. അഞ്ചാമത്തെ 12 അഞ്ചാമത്തെയാണ് ചെയ്യാൻ പോകുന്നത്. 12/7. ഓക്കെ, ഇതിന്റെ റെസിപ്രോക്കൽ 7/12. ഇതെന്ത് ഫ്രാക്ഷനാ മക്കളെ? ന്യൂമറേറ്റർ ചെറുത്, അപ്പം പ്രോപ്പർ എഴുതണം നിങ്ങൾ കേട്ടോ. ഞാൻ മൊത്തം എഴുതുന്നില്ല. പ്രോപ്പർ ഫ്രാക്ഷൻ. അടുത്തത് 1/8. ഇതിന്റെ റെസിപ്രോക്കൽ 8/1. 8/1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 8 എന്ന അർത്ഥം അല്ലേ? അപ്പൊ അതാരാ? ഹോൾ നമ്പർ അല്ലേ? നമ്മൾ ഈ ഹോൾ നമ്പേഴ്സിനാണ് ഡിനോമിനേറ്റർ എന്തെന്ന് കൊടുക്കുന്നത്? 1 എന്ന് കൊടുക്കുന്നത് കേട്ടോ. അടുത്ത 7th one 1/11. അതിന്റെ എത്രയാ റെസിപ്രോക്കൽ? 11/1. ഓ, അതായത് 11 തന്നെ. അത് എന്ത് തന്നെയാണ്? ഹോൾ നമ്പറാണ്. സിമ്പിൾ അല്ലായിരുന്നു? എനിക്കറിയാം സിമ്പിൾ ആയിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ബാക്കി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഏതാ? നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതൊന്നുമില്ല, ഇതേപോലെ തന്നെ നമ്മുടെ ഫ്രാക്ഷൻസ് അങ്ങ് ചെയ്യുവാണ്. തേർഡിന്റെ ഫസ്റ്റ് വൺ ഫൈൻഡ് 7/3 ഡിവൈഡഡ് ബൈ 2. ഓ, ദേ ഹോൾ നമ്പർ വന്നു. ഹോൾ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ എന്നാ ചെയ്യും? 7/3 ഇൻറ്റു ഡിവൈഡ് അല്ലേ എഴുതാതെ അല്ലേ? ഡിവൈഡ്. ഹോൾ നമ്പർ ആയതുകൊണ്ട് നമ്മൾ അടിയിൽ 1 ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചിടുന്നുള്ളൂ. ഓക്കെ, അപ്പം 7/3 ഡിവൈഡഡ് ബൈ ഹോൾ നമ്പർ എന്നുള്ളത് കൊണ്ട് ഹോൾ നമ്പറിന്റെ അടിയിൽ 1 ഇട്ടു. ഇനി നമുക്ക് അങ്ങനെ റെസിപ്രോക്കൽ അല്ലേ? ഡിവിഷൻ ഇല്ലല്ലോ, അപ്പൊ റെസിപ്രോക്കൽ ആരുടെ? 2/1. കണ്ടോ നമുക്ക്? ഇനി ചെയ്തേ. ആരും ക്യാൻസൽ ചെയ്യില്ല. 7 × 1 7, 3 × 2 6. ഇംപ്രോപ്പർ ആയതുകൊണ്ട് ചെയ്യാം. ആൻസർ എത്രയാ? 1 and 1/6. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ 4/9 ഡിവൈഡഡ് ബൈ 5. ഓ, പിന്നെയും വന്ന് നമുക്ക് ഹോൾ നമ്പർ. അപ്പൊ നമ്മൾ എന്തെഴുതും? 4/9 ഡിവൈഡഡ് ബൈ 5/1 എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ 4/9 ഇൻറ്റു 1/5 അല്ലേ? റെസിപ്രോക്കൽ. ഇനി എന്താ? മൾട്ടിപ്ലൈ ചെയ്താണല്ലോ, വേറെ ഒന്നും ഇല്ലല്ലോ, ക്യാൻസൽ ഇല്ല. 4 × 1 4, 45. 5 × 9 45. ഇത് പ്രോപ്പർ ആണ്? മിക്സഡ് ആക്കണോ? വേണ്ട. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 6/13 ഡിവൈഡഡ് ബൈ 7. ഓ, പിന്നെയും വന്ന് ഹോൾ നമ്പർ. അപ്പം 1 ഇട്ട് ആദ്യം എഴുതാം കേട്ടോ. നിങ്ങൾ ഇപ്പോഴും അങ്ങനെയൊക്കെ പഠിച്ചു പോയാൽ മതി. മനസ്സിലിട്ടൊന്നും ചെയ്യാറായിട്ടില്ല, നിങ്ങളൊക്കെ കുഞ്ഞുങ്ങളാണ്. ഓക്കെ, നമുക്ക് ചെയ്യാൻ സമയമുണ്ട്. അന്നേരത്തേക്കൊക്കെ മനസ്സിലത് ഓർത്ത് വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, എൻ്റെ ബാക്കി ചെയ്ത മക്കളെ 6/13 ഇൻറ്റു 1/7 അല്ലേ? റെസിപ്രോക്കൽ ഇട്ടു മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി
കാരണം ഫ്രാക്ഷനിൽ ഡിവിഷൻ ഇല്ല. ഓക്കെ, 1/7 ഇനി മൾട്ടിപ്ലൈ ചെയ്തേ. 1 × 6 6, 30 × 7 73 21 91 6/90. അതിൻ്റെ ആൻസർ 6/90. മനസ്സിലായോ? അത് പ്രോപ്പറായിട്ട് നമുക്ക് അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 3 ചെയ്തു. തേർഡിൻ്റെ 3 ചെയ്തിട്ടുണ്ട്. നമ്മൾ 4ാമത് നിങ്ങൾക്ക് അറിയാം, എല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു, അതാണ് അറിയാം നിങ്ങൾക്ക്. അടുത്ത 4ാമത്തതാണ്. 4th one 4 and 1/3 ÷ 3. ഓക്കെ, നമ്മുടെ കഥാനായകനായിട്ടുള്ള മിക്സഡ് ഫ്രാക്ഷൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മളതിനെ മാറ്റണം. സമയം എടുക്കും അല്ലേ? ഇല്ല, നിങ്ങൾക്ക് സമയം എടുക്കത്തില്ല. 4 × 3 12, 12 + 1 13. അറിയാമല്ലോ മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കാൻ. 13/3 ÷ 3. ഹോൾ നമ്പർ വന്നുകൊണ്ട് എന്തിട്ട് കൊടുത്തു? 1. ക്യാൻസൽ ചെയ്ത് ഇത് ചെയ്ത മക്കളെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി തന്നെ എടുക്കണം. റെസിപ്രോക്കൽ 1/3. ഒന്നുമില്ല, ക്യാൻസൽ ചെയ്യാൻ. 13 × 1 13, 3 × 3 9. ഇംപ്രോപ്പർ ആണ്, അതുകൊണ്ട് 9. ആൻസർ എത്ര? 1/4/9. കോഷ്യന്റ് എടുത്ത് ഹോൾ നമ്പർ ആക്കി, റിമൈൻഡർ എടുത്ത് ന്യൂമറേറ്റർ ആക്കി അല്ലേ? നിങ്ങൾക്ക് അറിയാം, എപ്പോഴെപ്പോഴും ഞാൻ പറയുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ 5th one. ഇത് തന്നെ 3 and 1/2 ÷ 4. മിക്സഡ് വന്നു. ഇംപ്രോപ്പർ ആക്കുക. 3 × 2 6 + 1 7. 7/2 ÷ 4/1 എഴുതിയേക്കട്ടെ. ഹോൾ നമ്പർ അല്ലേ? അപ്പോൾ 7/2 × 1/4. എങ്ങനെയാ 1/4 എഴുതാൻ കാരണം? റെസിപ്രോക്കൽ എടുത്തു, മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഒന്നുമില്ല, അതായത് ഒന്നും ക്യാൻസലേഷൻ ഇല്ല. അപ്പോൾ 7 × 1 7, 2 × 4 8. പ്രോപ്പറാണ്, അതുകൊണ്ട് മിക്സഡ് ആക്കണ്ട. ഒരെണ്ണം കൂടെ 6th one 4 and 3/7 ÷ 7. മിക്സഡ് അല്ലേ മക്കളെ? ഇപ്പം ഇംപ്രോപ്പർ ആക്കണം. 28 3 31/7 ÷ 7 ഓക്കെ. 7/1 ഇട്ടു, കാരണം ഹോൾ നമ്പർ ആയതുകൊണ്ട്. ക്യാൻസൽ ചെയ്ത് 31/7 × 1/7 അല്ലേ? തിരിച്ചിട്ടു. 31 × 3 1 31. എന്താ നമ്മൾ ഒന്നും ചെയ്യാൻ വെറുതെ മൾട്ടിപ്ലൈ ചെയ്ത് ഒന്നും ക്യാൻസലേഷൻ ഇല്ല. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസലേഷൻ ഒന്നും കിടക്കാത്തതുകൊണ്ട് 31 × 1 31, 7 × 7 14. അത് പ്രോപ്പറാണ്, അതുകൊണ്ട് അതിനെ മിക്സഡ് ആക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അറിയാവുന്ന കാര്യമാണ്. ഞാൻ പിന്നെ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുന്നു, ആൻസർ എഴുതുന്നു, എല്ലാം ടിക്ക് ഇടുന്നു, കറക്റ്റ് ആയിരിക്കും. ഓക്കെ മക്കളെ, എല്ലാവരും ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.